അപ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാരികൾ ഈ സാരികളും അടുത്തുണ്ട്. അപ്പോൾ ആ ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നും കൂടെ പറയണം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. എനിക്ക് നല്ല ഫേവറേറ്റ് ആണ്. ഒരു മജന്ത കളർ സാരിയാണ്. ഇതിൻ്റെ ബോർഡറും എല്ലാം സെയിം ആണ്. ഫുൾ ഈ ഒരു വർക്കിൽ വരുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കളർ ചേഞ്ച് ഉണ്ട്. ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട്. ഇതിനകത്ത് കാണുമ്പോൾ ഒരു ഗോൾഡൻ ഒക്കെ പോലെ തോന്നും. പിന്നെ ഒരു റെഡ് കളർ കാണുന്നുണ്ട്. അങ്ങനെ പല കളറിലൊക്കെ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ഈ 3 കളേഴ്സ് മാറുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ബോർഡർ എല്ലാം ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ബോർഡർ എല്ലാം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പം ഇതാണ് സാരി. ഭയങ്കര എന്താ പറയുക, ഇച്ചിരി ഒതുങ്ങി ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സാരി. നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നല്ല പട്ട് സാരി ആയിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിലും റോളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയ്ക്ക് വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പട്ട് സാരി എന്ന് വേണേൽ പറയാം. ഇത്രയ്ക്ക് പട്ട് സാരിയല്ല, അപ്പം നല്ല രസമായിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പം നല്ല രസമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. നമുക്ക് അടുത്ത സാരി ഏതാ നോക്കാം. അടുത്ത വന്നിട്ട് ഒരു ഡാർക്ക് വയലറ്റ്. ഇത് കാണുന്നല്ല, ഇത് നല്ലൊരു ഡാർക്ക് വയലറ്റ്. നല്ല ഡാർക്ക് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് വയലറ്റ് ആണ്. നല്ല ഡാർക്ക് വയലറ്റ് ആണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ ഒരു മോഡലാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ മുന്താണി വരും. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കസവൊക്കെ ഉണ്ട്, കാണിക്കാവേ. അറ്റത്ത് ഇങ്ങനെയുള്ള ഒരു കസവാണ് വരുന്നത് കേട്ടോ. നല്ല കസവ് വരുന്നുണ്ട്, ഇങ്ങനെ നല്ല കസവ്. അത് ഈ നമ്മൾ വീഡിയോ കാണുന്ന കളറല്ല, നല്ല ഡാർക്ക് വയലറ്റാണ്. നല്ല ഡാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്ക് വയലറ്റാണ്. ഒരു കരുത്ത കളറില്ല, ആ ഒരു കളറാണ് ഈ ഒരു ഇത്. പിന്നെ നമുക്ക് നല്ലൊരു പച്ച കളർ സാരി. പച്ച കളർ ഇഷ്ടമുള്ളവർ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പച്ച. അപ്പം ഇത് നല്ല പച്ചയല്ല, ഈ ഒരു ചെറുപയർ പച്ചയും നമ്മുടെ എന്താ പറയുക, ചെറുപയർ വെച്ചൊക്കെ പോലെ തോന്നും. എന്നാൽ ഒരു അല്ലാത്തൊരു ഡാർക്ക് ഗ്രീനും ചെറുപയർ വെച്ചയും കൂടെ മിക്സ് ആയ പോലെയാണ് ഇരിക്കുന്നത്. നല്ല സാരിയാണ് ഇത്. ഇതിൽ വർക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു വർക്കാണ് വരുന്നത്, ഈ ഒരു മുകളിൽ വർക്ക്. പിന്നെ അറ്റത്ത് കസവ് വരുന്നത് ഇങ്ങനെയുള്ള കസവാണ് വരുന്നത്. നല്ല രസമുള്ള ഇതാണ്. ഇതിൻ്റെയും മുന്താണി വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മെറൂണും ഈ ഒരു ഇതും കൂടെ വരുമ്പോൾ നല്ല കോമ്പിനേഷനിലെ ക്രീമും കൂടെ വരുമ്പോൾ ഈ ഒരു ഇതാണ് മുന്താണി. നല്ല രസമാണ് മുന്താണി. പിന്നെ ഈ ഒരു ഇത് നല്ലപോലെ നമുക്ക് എല്ലാവരും ചേരും. കണ്ടോ, നല്ല രസമാണിത്. നല്ല രസമുള്ളതാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അത് ഒരു സാരി. പിന്നെ നമുക്ക് ഒരു ഓറഞ്ച് ബ്ലൂ കൂടെ വരുന്നതാണിത്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിക്കാൻ തോന്നുന്നു. മീഷോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കണ്ട് വാങ്ങിച്ചാൽ നല്ല സാരിയാണ്. ഇത് ഒരു 4 വർഷമായി എടുത്തിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും കണ്ട് വാങ്ങിച്ചാൽ. ഇത് അച്ഛമ്മയുടെ അനിയത്തിമാർ 2 പേരുണ്ട്, അവർക്കും കൂടെ ഒരേ സെയിം ആയിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും വേറൊന്നും കൂടെ ഉണ്ട്, അത് 8 അടിയിലും കണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനത്തെ വരുന്നത്, അവർക്ക് സെയിം ആയിട്ട്. ഇത് നല്ല രസമുണ്ട്. മുന്താണിയല്ലേ സെയിം ആണെന്ന് തോന്നുന്നു. ഇനി മുന്താണി ഒന്നും നമുക്കറിയില്ലല്ലോ. ഇപ്പം അതെ സെയിം ആട്ടോ, എല്ലാം സെയിം ആണ്, എല്ലാം സെയിം. നല്ല രസമുണ്ട്. ഇത് മുന്താണിയുടെ അറ്റത്ത് മറ്റേ ഇതിന് കുണ്ടലം അങ്ങനെ കണ്ടല്ലേ ഇവിടെ പറയാം, കുണ്ടലം എന്നാണ് തോന്നുന്നു പറയുന്നത്. ഇങ്ങനെ കെട്ടിയിരുന്നതാണ്, എനിക്ക് അങ്ങനെ മാത്രമേ അറിയുള്ളൂ മുന്താണി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നല്ല രസമുള്ളൊരു സാരിയാണ്. അപ്പോൾ ഇത് ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. പിന്നെ ഒരു ജിമിക്ക് കമ്മൽ, അത് നേരെ തിരിച്ചെങ്ങാണ്ടാ മടക്കി വെച്ചേക്കുന്നത് തോന്നുന്നു, അതുകൊണ്ട് നല്ലോണം കാണാൻ പറ്റില്ല. കാണിക്കാവേ. എന്നിട്ട് ഗോൾഡും യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ ഇല്ലേ, ആ ഒരു യെല്ലോ ആണ്. ഇതിൻ്റെ ജിമിക്ക് വന്നിട്ട് ഇങ്ങനെ എടുക്കുക. പക്ഷെ ഇതിപ്പോൾ മടക്കി വെച്ചേക്കുന്നത് കൊണ്ട് ഇങ്ങനെ മടക്കി കാണിക്കാം ഫുള്ളായിട്ട്. നൂർക്കണം എന്തായാലും, കാരണം ഇത് മടക്കണം തിരിച്ചിന്. അപ്പം അതെ, ഇനി എങ്ങനെ ഞാൻ നോക്കും. അതെ, എല്ലാം ഞാൻ മടക്കണം, അതാണ് ഏറ്റവും വലിയ പാട്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് മുന്താണി ആ ഒരു ഭാഗത്തോട്ട് വരുന്നതും ഉള്ളു, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വരിക. അപ്പം അത് നല്ല വർക്കൊക്കെ ഉള്ളതാണ്, ഒരുപാട് വർക്കല്ല. ജിമിക്ക് കമ്മലിൻ്റെ സാരി. ഇത് എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും അച്ഛമ്മയുടെ അനിയത്തിക്കും അച്ഛമ്മയ്ക്കും സെയിം ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ വരുന്നതാണ്. നല്ല രസമാണ്. ഇതിൻ്റെ യെല്ലോ കളറും വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ട് മൊത്തം നൂത്തിട്ട് എടുക്കുമ്പോൾ ഭയങ്കര പാടാം. എന്നിട്ട് എവിടെയാണ് മടക്കിയേക്കുന്നതെന്ന് നമുക്കറിയില്ല, എന്നിട്ട് നല്ല ചെയ്യാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, ഇതും എല്ലാവർക്കും ചെയ്യുന്ന ടൈപ്പാണ്. ഇങ്ങനെയാണ് യെല്ലോയിൽ ജിമിക്കി കമ്മൽ വരുന്നത്. പിന്നെ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരി ഉണ്ട്. ഇത് ഈ സാരികളുടെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. ഞാൻ വേണമെങ്കിൽ പറയും, ഒരു മിനുസുള്ള നല്ല സാരിയാണ്. ഇത് പണ്ട് കാലത്തൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒന്ന് കൂടുതലും തമിഴ്ക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാരിയാണ്. അറ്റത്തേക്ക് ഉണ്ട് കുണ്ടലം, ഇതിൻ്റെ ഇവിടെയൊക്കെ ഡിസൈനൊക്കെ വന്നിട്ട് നല്ല രസം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണിത്. ഇത് ഭയങ്കരമായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്, അതുകൊണ്ടാണ് തോന്നുന്നു. നല്ല ഗ്രീൻ, ഒരു നല്ല ലൈറ്റ് ഗ്രീനില് അതൊക്കെ വരുന്നൊരു സാരിയാണ്. നല്ല ലൈറ്റ് ഗ്രീൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കളം ഒക്കെ വരുന്ന സാരീൻ്റെ മുന്താണി വന്നിട്ട് ഇതാണ് മുന്താണി. പിന്നെ മുന്താണി ഉണ്ട് കേട്ടോ, അതാണ് മുന്താണി. മുന്താണിയുടെ അറ്റത്ത് വരുന്നതാണ് ഇത് ഫുൾ ആ മുന്താണിയുടെ അറ്റത്ത് വരുന്നതാണ്. നല്ല രസമുള്ളൊരു സാരിയാണിത്. അറ്റത്ത് നല്ല മുന്താണി അല്ല, മുന്താണിയുടെ കളർ വന്നിട്ട് ഒരു ഇതുണ്ടോ, നമുക്ക് കളർ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കളർ ഗ്രീൻ അല്ല, എന്നാൽ യെല്ലോയും അല്ല, എന്നാൽ ഗോൾഡും അല്ലാത്തൊരു കളർ. നല്ല രസമാണ്. ഇതാണ് ഫുള്ളായിട്ട്. നമുക്ക് വീഡിയോ കാണുന്ന കളറല്ല ശരിക്കും, നമുക്ക് നോക്കുമ്പോൾ നല്ല ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസൈൻസ് ഉണ്ട്, ഞാൻ കാണിക്കാം. കുറച്ച് ഇത് ഇടയ്ക്ക് എടുത്ത് വെച്ചത് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടാണ്, അത് കാണാൻ പറ്റില്ല ശരിക്കും. നമ്മൾ എടുത്ത് നല്ലോണം നമുക്ക് കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
നല്ലവണ്ണം കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നല്ല രസമുള്ള ഒരു സാരിയാണ്. പിന്നെ വേറെ ഒന്നുകൊണ്ട് അത് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇത് വന്നിട്ട് കോട്ടൺ, ഭയങ്കര കോട്ടനാണ്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഇഷ്ടം. എന്താണെന്നറിയില്ല, ഒരു നരച്ച കളർക്ക് പോലെ. പക്ഷെ ഇത് അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളറൊക്കെ. ഇത് ഇന്ന് മുന്താണി ഇത് തന്നെയാണ്, ഗിൽറ്റൊക്കെ പോലെ വന്നിട്ട് വരുന്നതാണ്. പക്ഷെ അച്ഛമ്മയ്ക്ക് എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒതുങ്ങി കിടക്കുന്നുണ്ടാകും. എനിക്ക് പക്ഷേ ഇഷ്ടമില്ല. ഇത് വേറൊരു കളർ, ഇതുണ്ടോ അറ്റത്ത് നല്ല റോസ് കളറൊക്കെ വെച്ചിട്ട്. പിന്നെ പക്ഷെ എനിക്കിത് ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് വർക്ക് മോഡൽ അങ്ങനെയല്ല, ഒരു മിഡ് നടുക്ക് വെച്ച്, അതായത് ഒരുപാട് വർക്കല്ല, എന്നാൽ വർക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് നോക്കുന്നില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം കാണിക്കാതിരിക്കും. പക്ഷേ എങ്കിലും കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ മുന്താണി ഉണ്ട്, പക്ഷേ ഇത് ഇങ്ങനെയാണ് കേട്ടോ മുന്താണിയുടെ അവിടെ വരുന്നത്. ഇത് ചൂട്ടിക്കുട്ടിയൊക്കെ കണ്ട് വെച്ച് കാണുന്നു. അല്ല മടക്കി വെച്ച് ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല. ഓക്കെ, നല്ല രസമുള്ള ഒരു സാരിയാണ്. പിന്നെ വന്നിട്ട് ഓറഞ്ച്, അമ്മയുടെ ഫേവറേറ്റ് കളേഴ്സാണ് ഓറഞ്ചും പച്ചയും തമ്മിലുള്ള കോമ്പിനേഷൻ. വളരെ ഒന്ന് കമൻറ്റ് പറയുക. ഇത് അറ്റത്ത് ബോർഡർ, ഇത് ഒരുപാട് പഴയ സാരിയാണ്. മറ്റേ ഒഴുക്കൻ സാരിയുടെ സിൽക്ക് മോഡലില്ലേ, അതവരെ ഒഴുക്കൻ സാരിയാണ്, എന്നാൽ സിൽക്കാണ്. ഒട്ടും കട്ടില്ല, ഇതുണ്ടോ ഒട്ടും കട്ടില്ല, നമുക്ക് എന്ത് കാണാം, ഒട്ടും കട്ടില്ലാത്ത ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ്. ഒട്ടും ഇതില്ല, കട്ടിയൊന്നും ഇല്ലാത്തൊരു തുണിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിൻ്റെ കസവ് വന്നിട്ട് എനിക്ക് പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത് സിൽവറും നല്ല ഡാർക്ക് ഗ്രീൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള സാരിയാണ്. ഈ ഒരു മുന്നാടി എനിക്ക് ഫുള്ള് വരുമായിട്ടുള്ളായിരുന്നു. കാരണം അത്രയ്ക്ക് ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നത് അത്ര നല്ലപോലെ കഴിയില്ല. കാരണം ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വർക്കൊക്കെ വരുന്നുണ്ട്. വർക്കൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഈ മിക്ക സാരി എന്ത് തിരിച്ച് മറക്കി വെച്ചേക്കുന്നത് എനിക്കറിയില്ല. അല്ല നേരൊക്കെ തന്നെയാണ്, പക്ഷെ അല്ല തിരിച്ചമറക്കി. ഈ മുന്താണിയുടെ ബാക്കി ഭാഗത്ത് വരുന്നതാണ് ഇങ്ങനത്തെ വർക്ക്. ബാക്കിയുള്ള ഫുള്ള് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഫുള്ളിൻ്റെ അറ്റത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ലൈറ്റ് ഗ്രീൻ തന്നെയാണ്, നല്ല രസമുള്ള സാരി. രണ്ട് സാരി ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയിട്ടേക്കുന്നത്, അതിന് മടക്കാം. അത് തിരിച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഉള്ളതും ഒരു തിരിച്ചൊക്കെ ഇട്ടേക്കുന്ന പോലത്തെയാണ്. ഇത് വലിയ കുഴപ്പമില്ല, കോട്ടണും സിൽക്കും കൂടെ ചേർന്നതാണ്. അപ്പം ഒരു ഓൾമോസ്റ്റ് ഇഷ്ടമാണ്. ഒരുപാട് കളക്ഷൻസ് ഉള്ളത്. ഇത് ഇങ്ങനെ ഇതിൽ ചിലതൊക്കെ നമ്മൾ മീഷോയിലും ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ്. ഇത് നല്ല രസമുള്ള സാരി ആയിരുന്നു. ഇതാണ് ഇതിൻ്റെ മുന്താണിയൊക്കെ ഇത് ഇങ്ങനെ വരാം. അതിങ്ങനെ നല്ല രസമാണ്. ഇങ്ങനെയുള്ള മുന്താണിയാണ്. അത് നല്ല പട്ടുസാരിയൊക്കെ പോലത്തെ മുന്താണിയാണ്. പട്ടുസാരിയുടെ ഒക്കെ അവിടെ വരും മുന്താണിയില്ലേ, ആ ഒരു മുന്താണിയാണ്. ഇതിൻ്റെ ഒരു ഈ ഒരു ഓറഞ്ച്, അതായത് എന്താ പറയുക, NSS നമ്മുടെ NSS ഇല്ലേ, NSSൻ്റെ ഒരു കളർ, നല്ല ഓറഞ്ച് കളറാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇവിടെ തന്നെ വരുന്ന ഒരു ഡിസൈനാണ്, ഇങ്ങനെ ഒരു പുട്ടൊക്കെ പോലെ വരും, നല്ല കളറാണ്. പിന്നെ വരുന്നത് ഇതൊരു കോട്ടൺ സാരിയാണ്. ഒരു കോട്ടൺ സാരി. ഇത് നമ്മൾ അച്ചമ്മയ്ക്ക്, അമ്മ ഗൾഫിലായിരുന്നു നേരത്തെ, അപ്പോൾ അച്ചമ്മയ്ക്ക് അവിടുന്ന് അവർ ഓണത്തിന് എടുത്തു കൊടുത്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം അതാണ് നല്ല രസമുണ്ട്. ഇതിൻ്റെ കസവും ഒക്കെ വരുന്നത്, ഇത് കസവൊന്നും ഇല്ലാത്ത സാരി, കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ വർക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എന്താ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് സാരി അത് നല്ല രസമുള്ള ഒരു സാരി. നിങ്ങൾ നോക്കുക, നല്ല സാരി വരുമ്പോൾ എനിക്ക് ഭയങ്കര തെളിച്ചാണ്. അത് സത്യമാണ്, നല്ല സാരിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. ഇതാണ് എൻ്റെ മോഡൽ. ഇച്ചിരി സിൽക്കാണ്, എന്നാൽ ഒരുപാട് സിൽക്ക് അല്ലാത്തൊരു രീതിയാണ് ഇതിൻ്റെ കുറേ ഉണ്ട് കേട്ടോ. ഇത് തീരാറാൻ തോന്നുന്നു. ഇവിടെ ഇച്ചിരി ഇരിപ്പുള്ളൂ. 15-16 സാരി ഇവിടെ ഉള്ളൂ. ബാക്കി മൊത്തം വീട്ടിലാണ്. ഒരുപാട് സാരികൾ വീട്ടിലിരിപ്പുണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് മൊത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ മുന്താണി സെയിം ആണ് വരുന്നത്. മുന്താണിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം മുന്താണിയാണ്. പക്ഷെ ചില മുന്താണി നല്ല ഭംഗിയാണ്. നല്ല ഇതിൻ്റെ ബോർഡർ വർക്കൊക്കെ അറ്റത്ത് ഇങ്ങനെ ബോർഡർ വർക്ക് പോലെ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വർക്ക് വരുന്നത്. നല്ല രസമുള്ള സാരിയല്ലേ. അപ്പം ഇതും ഒരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അച്ഛമ്മേനോട് ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ, ഇത് എടുക്കുവാണെങ്കിൽ മടക്കി വെക്കണം, അത്രേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വലിയൊരു ചടങ്ങല്ലേ, ഒരുപാട് സാരികളുണ്ട് ഇനി വീട്ടിൽ. അപ്പം അത് നമ്മൾ അടുത്ത ദിവസം കാണിക്കാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ ഇതിൻ്റെ ഇടാലോ എന്നൊക്കെ ഓർത്തു. അപ്പം അങ്ങനെ എടുത്താണ്. ഇത് പഴയ കാലത്തൊരു സാരിയാണ്. ഇത് ഫുൾ ഇങ്ങനെ വരിക, ഇതിൻ്റെ അറ്റത്തൊരു ബോർഡർ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. നല്ല രസമുള്ള ഒരു സാരിയാണ്. നല്ല ഓറഞ്ച്, ഒരു ചെങ്കല്ല് കളറില്ലേ, ആ കളറാണ് ഇതിന്. പക്ഷേ വീഡിയോ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ്. പക്ഷെ നല്ല സോഫ്റ്റ് തുണി, നല്ല സോഫ്റ്റ് തുണിയാണ്. ഇത് പണ്ട് കാലത്ത് മറ്റേ ഒഴുക്കൻ സാരിയുടെ ഒക്കെ തുണി ഇല്ലേ, അതാണ്. ഓക്കെ, അപ്പം അതും ഒരു നല്ല രസമാണ്. ഇത് ഫുൾ ഇങ്ങനെ കേട്ടോ, അതുകൊണ്ട് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറേ പ്രാവശ്യം ചമുടുത്ത് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് ഒഴുക്കൻ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര വർക്കുള്ള സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും ഗൾഫിൽ നിന്ന് അവിടുന്ന് അവർ അച്ഛമ്മ ഇങ്ങോട്ട് വരാൻ നേരത്തെ നിർത്തി പോരുന്ന സമയത്ത് 2 സാരി എടുത്തു. ഇനി ഒരെണ്ണം വീട്ടിലാണ്. അടിപൊളി സാരി. ഇതിൻ്റെ ഒരു റോസ്, ഇതേ സെയിമിൻ്റെ റോസാണ് വരുന്നത്. അത് റോസ് അതോ റോസ് എങ്ങാണ്ട്. അതിൻ്റെ ഒരു നല്ല രസമുള്ളതാണ്. നല്ല നീളമുണ്ട്, ഒരുപാട് നീളമുണ്ട് ഇതിന്. എന്നിട്ട് അച്ഛമ്മ കുറേ മുറിക്കുകയൊക്കെ ചെയ്തു. ഇത് നല്ല കസവ് ഇതുണ്ടോ, നല്ല കസവൊക്കെ വരുന്നതാണ്. ഇതിൻ്റെ മുന്താണി ഉണ്ട്. ഇതാണ് മുന്താണി. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഒരു റെഡ്, പിന്നെ നമ്മുടെ ഈ വർക്കൊക്കെ വന്നിട്ട് നമ്മുടെ ഈ സെയിം വർക്കില്ലേ, ഈ സെയിം വർക്ക് അതിനകത്ത് വരുന്നുണ്ട്. എന്നിട്ട് റെഡ് വരാം. ഇങ്ങനെയാണ് വരിക. പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. അതും നല്ല ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് ഇഷ്ടമാണ്.
പിന്നെയും മുമ്പ് ഞാനൊരു ഓറഞ്ചും ബ്ലൂവും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛമ്മയുടെ അനിയത്തിമാർക്കും ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ ബോർഡറും ആ മുന്താണിയും ഇത് ഇങ്ങനെയാണ് വരുന്നത്. മുമ്പ് നമ്മൾ ഇപ്പം ഞാൻ സാരി കാണിച്ചില്ലേ, ആ സാരിയുടെ പോലത്തെ മുന്താണിയാണിത്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് മുന്താണി ഇതാണ്. ഇതാണ് മുന്താണി. ഇതാണ് മുന്താണി. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുണ്ടലം ഉണ്ട്. ആ കുണ്ടലം കണ്ടിട്ട് വേണം എനിക്ക് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കണ്ടാണ്. ചിലരിൽ അതും ഇല്ല, അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇതിൻ്റെ അറ്റത്ത് വന്നിട്ട് ഇങ്ങനൊരു കസവ് ആണ്. അത്തമ്മയൊക്കെ 8 മക്കളാണ്. അപ്പം അതിൽ 3 പേര് ഭയങ്കര കൂട്ടാണ് ഇവര്. അപ്പോൾ അവർക്ക് ഇതാണ്. പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ആന്ധ്രയിൽ, അതായത് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മോൾ ആന്ധ്രയിലായിരുന്നു. അപ്പോൾ ആന്ധ്രയിലെ ഒരു സാരിയാണ് കാണിക്കാൻ പോകുന്നത്. ആന്ധ്രയിലെ ഒരു നല്ല എന്താ പറയുക, അവർ കൈകൊണ്ട് തന്നെ അല്ലേ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിത് ഞാൻ വെട്ടി ഉടുപ്പ് തയ്ച്ച് തരാമെന്ന് ചോദിച്ചു. ഇതുപോലും തന്നിട്ടില്ല. അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരി. ഞാൻ കാണിക്കാം. ഇതാണ് ആ ഒരു സാരി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഇത് ഒഴുക്കൻ തുണിയുടെ ഒരു മോഡലാണ് കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനല്ല, ഇത് മുന്താണിയുടെ ഭാഗത്ത് ഫുള്ള് വരും. എന്നിട്ട് അല്ലാത്ത ഭാഗത്ത് ഇങ്ങനെ 2-3 ഒക്കെ പല കളറിൽ വെക്കും. എന്നിട്ട് അറ്റത്ത് ഇങ്ങനെ. പിന്നെ ഇതിന്റെ മുന്താണി ഭാഗത്തും പിന്നെ ഇവിടെയൊക്കെ ഇല്ലേ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം അയച്ചു വെച്ചു. അച്ഛനക്ക് ഒരുപാട് വർക്കാന്ന് പറഞ്ഞ് കുറേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഇത്. അപ്പം അതുകൊണ്ട് അത് മൊത്തം അയച്ചു വെച്ചു. അപ്പം അങ്ങനെ അത് മൊത്തം തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരിയുടെ കളക്ഷൻ. താഴെ എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് മൊത്തം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പക്ഷേ വീട്ടിൽ കുറേ ഉണ്ട്. നമ്മൾ അടുത്ത പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം അതുവരെയും ടാറ്റ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റ ബേബി, സീ യു.